നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ രാജ്യത്ത് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം ആളിപ്പടരുന്നതിനിടയിൽ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി അനുരഞ്ജനത്തിന് പോയത് വിവാദമാകുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി ഷംസുദ്ദീൻ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഒരക്ഷരം പോലും സംസാരിച്ചില്ല. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച മുൻനിർത്തി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭം ആളിപ്പടരുകയാണ്. ഈ ഘട്ടത്തിൽ കേന്ദ്രത്തിന്റെ കാവ്യവൽക്കരണ വിദ്യാഭ്യാസ നയങ്ങൾക്ക് പിന്തുണ തേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ ദില്ലിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർത്തത്. മതേതര പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ മന്ത്രിമാർ ഇത്തരം യോഗങ്ങളിൽ കേന്ദ്രത്തിന്റെ കാവ്യവൽക്കരണ നയങ്ങളെ ശക്തമായി വിമർശിക്കാറുണ്ട്. എന്നാൽ യോഗത്തിൽ കേന്ദ്രത്തിനെതിരെ ഒരക്ഷരം പോലും മന്ത്രി ഷംസുദ്ദീൻ സംസാരിച്ചിട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാന്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞത് നമ്മളുടെ ഇന്ത്യയിലെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുടെ സമ്മേളനം അത് വളരെ മുമ്പ് നിശ്ചയിച്ചതാണ്. ആ യോഗം അവിടെ ശ്രീ സുബ്രഹ്മണ്യ ഹാള് അതിൽ സംഘടിപ്പിച്ചൊരു യോഗത്തിലാണ് നമ്മൾ പോയത്. അല്ലാതെ ഒരു കൂടിക്കാഴ്ചക്ക് അനുമതി ചോദിച്ച് ഈ സമയത്ത് കൂടിക്കാഴ്ചക്ക് പോയതല്ല. പറയട്ടെ, എങ്ങനെ എന്തുന്നയിക്കാൻ കഴിയും? എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിമാർ ആ യോഗത്തിൽ പങ്കെടുത്തു. അജണ്ട പ്രകാരം ചർച്ച ചെയ്തു. കേരളത്തിലെ നമുക്ക് കിട്ടാനുള്ള 1500 കോടിയുടെ കുടിശ്ശിക അത് തരാത്തത് കൊണ്ടുള്ള പ്രതിസന്ധികൾ നമ്മൾ വിശദീകരിച്ചു. 10-12 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടി, വിശദീകരിച്ചു. അപ്പോൾ ആ ഫണ്ട് എത്രയും പെട്ടെന്ന് നൽകണമെന്നും ആ ഫണ്ട് PM ശ്രീയുമായി കൂട്ടിക്കുഴക്കരുതെന്നും രണ്ടും രണ്ടാണെന്നും ഒക്കെ പറഞ്ഞു. അതുപോലെ തന്നെ PM പോഷണുമായി സഹകരിക്കാനുള്ള സംസ്ഥാനത്തിന്റെ സന്നദ്ധത അറിയിച്ചു. മോദി സർക്കാരിനെ അനുനയിച്ച് PM ശ്രീ ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കാനുള്ള അണിയറ നീക്കങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ദില്ലി യാത്രയിൽ നടന്നത്. ന്യൂസ് ഡെസ്ക് കൈരളി.